നമസ്കാരം. സിനി ഭാരതിലേക്ക് സ്വാഗതം. മമ്മൂട്ടിയെ നായകനാക്കി രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്യുന്ന ഭ്രമയുഗത്തിന് അനുവദിച്ച സെൻസർ സർട്ടിഫിക്കറ്റ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട ഹൈക്കോടതിയിൽ ഹർജി. ചിത്രം അടുത്ത ദിവസം റിലീസ് ചെയ്യാനിരിക്കെയാണ് ചിത്രത്തിൽ മമ്മൂട്ടി അവതരിപ്പിക്കുന്ന കുഞ്ചമൺ പോറ്റി അല്ലെങ്കിൽ പുഞ്ചമൺ പോറ്റി എന്നത് തങ്ങളുടെ കുടുംബപ്പേരും സ്ഥാനപ്പേരുമാണെന്നും സിനിമയിലെ കഥാപാത്രം ദുർമന്ത്രവാദങ്ങളും മറ്റും ചെയ്യുന്നതായി കാണിച്ചിരിക്കുന്നത് തങ്ങളുടെ കുടുംബത്തിന്റെ സത്കീർത്തിയെ ബാധിക്കുമെന്നും ചൂണ്ടിക്കാട്ടി കോട്ടയം ജില്ലയിലെ കുഞ്ചമൺ ഇല്ലക്കാരാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. ഹർജിയിൽ കോടതി ബന്ധപ്പെട്ട കക്ഷികൾക്ക് നോട്ടീസ് അയച്ചു. കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിൽ കുഞ്ചമൺ ഇല്ലക്കാരെ കുറിച്ച് പറയുന്നുണ്ടെന്നും തങ്ങൾ പരമ്പരാഗതമായി മന്ത്രവാദം ചെയ്യുന്നവരാണെന്നുമാണ് ഹർജിയിൽ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഭ്രമയുഗം എന്ന ചിത്രവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് ഇത് ഐതിഹ്യമാലയിൽ നിന്ന് എടുത്തിട്ടുള്ള തങ്ങളുടെ കഥയാണെന്നാണ്. എന്നാൽ ആ കഥയിലെ നായകനായ കുഞ്ചമൺ പോറ്റി എന്ന് വിളിക്കുന്ന കഥാപാത്രം ദുർമന്ത്രവാദവും മറ്റും ചെയ്യുന്ന ആളാണ്. ഇത് കുടുംബത്തിന് സമൂഹത്തിന് മുന്നിൽ ചീത്തപ്പേര് വരുത്തിവെക്കുമെന്നാണ് ഹർജിയിലെ വാദം. മാത്രമല്ല, മമ്മൂട്ടിയെ പോലൊരു നടൻ അഭിനയിക്കുന്ന ചിത്രം ഒരുപാട് പേരെ സ്വാധീനിക്കുമെന്നും ഹർജിയിലുണ്ട്. ചിത്രത്തിന്റെ സംവിധായകനോ അണിയറക്കാരോ തങ്ങളോട് ഇത് സംബന്ധിച്ച് വിശദീകരിക്കാൻ ഒരു തരത്തിലും ബന്ധപ്പെട്ടിട്ടില്ല. അത്തരമൊരു ചിത്രീകരണം കുടുംബത്തെ മനഃപൂർവ്വം താറടിക്കാനും സമൂഹത്തിന് മുൻപാകെ മാനം കെടുത്താനുമാണെന്നും ഭയപ്പെടുന്നു. ചിത്രത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന തങ്ങളുടെ കുടുംബവുമായി ബന്ധപ്പെട്ട പേരും പരാമർശങ്ങളും നീക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നുണ്ട്. സിനിമാ പ്രേമികൾ ഏറെ കാത്തിരിക്കുന്ന ചിത്രം കൂടിയാണ് ഭ്രമയുഗം. ആരാധകർ ഇതുവരെ കാണാത്ത ഗെറ്റപ്പിലാണ് മമ്മൂട്ടി എത്തുന്നത്. ചിത്രത്തിന്റെ ഓരോ അപ്ഡേഷനുകളും അതിശയത്തോടെയാണ് പ്രേക്ഷകർ ഉറ്റുനോക്കുന്നതും. ഈ അവസരത്തിലാണ് മമ്മൂട്ടിയുടെ കഥാപാത്രത്തിന്റെ പേരിനെ കുറിച്ചുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ വൻ ചർച്ചാ വിഷയമായത്. കുഞ്ചമൺ പോറ്റി എന്നാണ് ഭ്രമയുഗത്തിലെ മമ്മൂട്ടി അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ പേരെന്നാണ് പുറത്തുവരുന്ന വാർത്ത. വ്യത്യസ്ത രൂപഭാവ വേഷ പകർച്ചകളിലൂടെ ഞെട്ടിക്കുന്ന മഹാനടന്റെ മറ്റൊരു പകർന്നാട്ടമാണ് ഭ്രമയുഗത്തിൽ കാണാൻ കഴിയുന്നതെന്ന കാര്യത്തിൽ സംശയമില്ല. ഫെബ്രുവരി 15-നാണ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തേണ്ടത്. രാഹുൽ സദാശിവൻ തിരക്കഥയെഴുതി സംവിധാനം ചെയ്യുന്ന സിനിമ കൂടിയാണ് ഭ്രമയുഗം. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നിങ്ങനെ 5 ഭാഷകളിലായാണ് ചിത്രം റിലീസ് ചെയ്തത്. ഛായാഗ്രഹണം ഷെഹ്നാദ് ജലാൽ, ചിത്രസംയോജനം ഷഫീഖ് മുഹമ്മദ് അലി, സംഗീതം ക്രിസ്റ്റോ സേവ്യർ, സൗണ്ട് ഡിസൈൻ ജയദേവൻ ചക്കടത്ത്. ഭൂതകാലത്തിന് ശേഷം രാഹുൽ സദാശിവൻ എഴുതി സംവിധാനം ചെയ്ത ചിത്രം കൂടിയാണ് ഭ്രമയുഗം. ടി ഡി രാമകൃഷ്ണൻ സംഭാഷണ രചന നിർവഹിക്കുന്ന ചിത്രം പൂർണ്ണമായും ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് റിലീസ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഏറെ പ്രതീക്ഷയോടും കൗതുകത്തോടുമാണ് സിനിമാ ആസ്വാദകർ കാത്തിരിക്കുന്നത്. മമ്മൂട്ടിക്കൊപ്പം അർജുൻ അശോകനും സിദ്ധാർത്ഥ് ഭരതനും പ്രധാന വേഷത്തിലെത്തുന്നുണ്ട്. ഒപ്പം അമാൽ ഡാരിസും. ഭ്രമയുഗം പ്രഖ്യാപിച്ചത് മുതൽ ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടമാണോ എന്നാണ് എല്ലാവരും ചോദിച്ചിരുന്നത്. പ്രൊമോഷൻ മെറ്റീരിയലിലും ഈ കോമ്പിനേഷനായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്നത്തെ കാലത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ സിനിമ പുറത്തിറക്കുന്നത് വലിയൊരു പരീക്ഷണം തന്നെയാണ്. അതിന് ധൈര്യം കാണിച്ച അണിയറ പ്രവർത്തകർക്ക് പ്രശംസയുമായാണ് ആരാധകരെത്തുന്നത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഭ്രമിപ്പിച്ച് ഭയപ്പെടുത്തുന്ന ഒരു എക്സ്പെരിമെന്റ് ആയിരിക്കും. തീർത്തും ധൈര്യമുള്ള പരീക്ഷണം. എന്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മനക്കിലേക്ക് സ്വാഗതം. എങ്കിൽ കളറാകും. കറുപ്പിലും വെളുപ്പിലും വിസ്മയിപ്പിച്ച് ഭ്രമിപ്പിക്കുന്ന ഭ്രമയുഗം കാണാൻ കട്ട കാത്തിരിപ്പ്. ഒന്നും നോക്കാതെ മമ്മൂട്ടി ഇത് ഏറ്റെടുക്കില്ല എന്നറിയാം. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് നല്ല പ്രതീക്ഷയുമുണ്ട്. മഹാനടന്റെ രാക്ഷസ നടനത്തിനെ കാത്തിരിക്കുന്നു. എങ്ങനെ പോവുകയാണ് സോഷ്യൽ മീഡിയയിലെ ചില കമന്റുകൾ. ചിത്രമിറങ്ങാൻ ഇനി ദിവസങ്ങളുടെ കാത്തിരിപ്പ് മാത്രമേ ബാക്കിയുള്ളൂവെന്നും വ്യത്യസ്തതകൾ കൊണ്ട് പ്രേക്ഷകരെ അമ്പരപ്പിക്കുന്ന മമ്മൂട്ടി എന്ന നടന വിസ്മയത്തിന്റെ പുതിയ ഭാവം എന്താകുമെന്നും ആരാധകർ കാണാനായി കാത്തിരിക്കുമ്പോഴാണ് തിരിച്ചടിയായി കേസ് കൂടിയെത്തുന്നത്.